അപ്പോൾ അതിന് ഇപ്പം എൻ്റെ കാര്യം എടുക്കാം. ഞാൻ ഒന്നുമില്ലാതെ ബിഗ് സീറോയിൽ നിന്ന് വട്ടപൂജ്യത്തിൽ നിന്ന് ഹെവി ഹാർഡ് വർക്ക് ചെയ്ത് ആരുടെയും സഹായമില്ലാതെ ദൈവത്തിൻ്റെ അനുഗ്രഹവും എൻ്റെ അമ്മയുടെ കഷ്ടപ്പാടും എൻ്റെ ഡബിൾ ഹാർഡ് വർക്കുകളും പിന്നെ എൻ്റെ അധ്യാപകർക്ക് എന്നോടുള്ള സ്നേഹം. അല്ല, എൻ്റെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരന്മാരും എന്നെ പഠിക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. സത്യസന്ധമായി തന്നെ പറയുന്നു. അവർ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് എനിക്ക് സ്വയം ഇൻറ്റേർണലി ഞാൻ പുറത്ത് പറയാത്തൊരു വാശിയുണ്ടായിരുന്നു. എന്നാ പഠിച്ച് എന്നെ കാണിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ MSc ഞാൻ എൻ്റെ MPhil സൈറ്റോജെനറ്റിക്സ് ഞാൻ ജീൻ DNA ക്രോമസോമിലാണ് സ്പെഷ്യലൈസ് ചെയ്തത്. ഞാൻ ജീനിലും DNA കുറിച്ച് ഈ മുമ്പ് പറഞ്ഞിട്ടുള്ള പലതും അന്ന് പലർക്കും മനസ്സിലായില്ല. ബിഗ് ബോസിന് ശേഷമാണ് പലർക്കും മനസ്സിലായത്. US അതെ, അമേരിക്കയിലെ ഡോക്ടേഴ്സ് സഹിതം സയൻറ്റിസ്റ്റ് തരം നാസയിലെ ഷെഫി എന്ന് പറയുന്ന APJയുടെ സ്റ്റുഡൻറ്റ് പോലും എൻ്റെ വാട്സാപ്പിലുണ്ട്. അവർ പറയുന്നു യു ആർ അബ്സല്യൂട്ട് റൈറ്റ് സർ. കാരണം നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ ജീനുകൾ DNA പലതും മാറ്റം ഉണ്ടാകും. അതുകൊണ്ടാണ് പാരൻസിനില്ലാത്ത പല പല പ്രവർത്തനങ്ങൾ നമ്മുടെ മക്കൾ കാണിക്കുന്നത്. അത് ഗുണപരമാണെങ്കിലോ നല്ലതല്ലേ, അത് മോശപരമായി വരുന്നതാണ് പ്രശ്നം. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ 5ാം ക്ലാസ്സും വരെ പോയിട്ടുള്ളൂ. സ്വാഭാവികമായി ആ അച്ഛൻ്റെ അമ്മയുടെയും ആ അച്ഛൻ്റെ വിത്ത് അല്ലെങ്കിൽ അമ്മ സ്വീകരിച്ചു, അമ്മ എന്നെ പ്രസവിച്ചു. എനിക്കിവരുടെ രണ്ടുപേരുടെ നിന്നും കിട്ടിയിരിക്കുന്നത് ഹാർഡ് വർക്കറായിട്ടുള്ള പഠിപ്പിസ്റ്റിൻ്റെ അല്ല. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് ആവറേജ് പഠിത്തത്തിൻ്റെ ഉണർന്ന ജീനാണ്.